ഹൗസ് ആണ്. നാളത്തെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ മേരി മായ എന്ന് പറയുന്ന കവിതയുടെ ആശയം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ആശയം ചോദിക്കുകയാണെങ്കിൽ മക്കൾ പേടിക്കേണ്ട, ഈ ഒരു 5 പോയിന്റ് മുകളിൽ കാണുന്ന ഈ 5 പോയിന്റ് പഠിച്ച നമ്മുടെ കവിതയുടെ ആശയം നമുക്ക് സെറ്റ് ആണ്. അപ്പൊ നോക്കാം, മേരി മായ എന്ന് പറയുന്നത് താരി ജമീൻ പർ എന്ന് പറയുന്ന ഒരു ഫിലിമിലെ ഏക പ്രസിദ്ധ ഒരു ഭാവുക് ഗീത് ഹേ. പ്രസിദ്ധവും ഭാവുക് മീൻസ് എന്താണ്, സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഗീതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. പിന്നെ എഴുതിയ ആളുടെ പേര് നിർബന്ധമാണ്, മസ്റ്റ്. കവിതയാണെങ്കിൽ കവിയുടെ പേര് നമുക്ക് പഠിക്കണം അല്ലെ. ഇസേ പ്രസൂൻ ജോഷിനെ ലിഖാഹി, ഇത് പ്രസൂൻ ജോഷിയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ എന്താണ് ഈ കവിത പറയുന്നത് അല്ലെ, ഓക്കെ ഉസ് എന്നുള്ളതിന് പകരം മക്കളെ ഏക്ക് എന്ന് എഴുതി വെക്കട്ടോ. ഏക്ക് ചോട്ടേസെ ബച്ചേക്ക്, ഒരു കുഞ്ഞു മോന്റെ അക്കേലേപ്പൻ ഓർ മാക്കെ പ്രതി പ്രേം കോ ദിഖാത്തി ഹേ. ഒരു ഒറ്റപ്പെടലും, അക്കേലാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റപ്പെടലിനെയും അമ്മയോടുള്ള സ്നേഹത്തിനെയാണ് കാണിക്കുന്നത്. കവിതയുടെ തീം എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അതും സെറ്റായി. ഇനി എന്താ പറയുന്നത്, ഗീത് സേ ഹമേ പത്താ ചൽത്താ ഹേ കി, നമ്മുടെ ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു എന്ന് നമ്മൾ എഴുതണം. അപ്പൊ നോക്കിക്കേ, ഗീത് സേ ഹമേ പത്താ ചൽത്താ ഹേ കി, മനസ്സിലാവുന്നത് മാ ബച്ചേക്ക് സബ്സെ ബഡി താക്കത്ത് ഓർ സഹാര ഹോത്തി ഹേ. അമ്മ എന്ന് പറയുന്നത്, ഇത് എഴുതിയ മസ്റ്റ് ആണ്, ഇത് എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്, ഇത് എഴുതിയ നല്ല മാർക്കും കിട്ടും. അപ്പൊ നോക്കിക്കേ, സബ്സെ മാ എന്ന് പറയുന്നത് കുട്ടികളുടെ സബ്സെ ബഡി താക്കത്ത് ഹേ. താക്കത്ത് വെച്ച് എന്താണ്, വളരെയധികം വലിയ ഒരു സ്ട്രെങ്ത് ആണ് എന്ന് പറയാണ് അല്ലെ. അതേപോലെ തന്നെ സഹാരയുമാണ്, ആശ്രയവുമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ലാസ്റ്റിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം ഉപയോഗിക്കാം. ഏക്ക് സുന്ദർ ഒരു സരൽ കവിത, ഇത് വളരെ സുന്ദരമാണ്, ലളിതവും ഈസി ആയിട്ടുള്ള, സരൾ മീൻസ് ലളിതം അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്, എളുപ്പമായിട്ടുള്ള ഒരു കവിതയാണ്. ഈ 5 പോയിന്റ് എഴുതിയ ആശയത്തിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആണ്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിട്ട് പോയിക്കോളാം. ബൈ ബൈ.